കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും സ്വപ്നമായിരിക്കും ഒരു സർക്കാർ ജോലി എന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജോലി ഒരു ചെറിയ പ്രായത്തിലെ മേടിക്കണം എന്നുള്ളത്. എനിക്ക് 21 വയസ്സാണുള്ളത്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ആലോചിക്കുകയാണ്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അധ്യാപിക ആവുക എന്നുള്ളത്. എങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് എളുപ്പത്തിൽ ഒരു അധ്യാപിക ആവാനുള്ള വഴി. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് DLED എന്ന്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ DLED ചേർന്നപ്പോൾ തൊട്ട് PSCക്ക് പഠിക്കുമായിരുന്നു. അതുവഴിയാണ് ഞാൻ എൻട്രിയിലേക്ക് എത്തുന്നത്. ഹായ്, എൻ്റെ പേര് അപർണ ഗോപൻ. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഈ കഴിഞ്ഞ LPST കൊല്ലം റാങ്ക് ലിസ്റ്റിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയത് ഞാനാണ്. ആദ്യം DLED കഴിഞ്ഞത് 2023-ലാണ്. അപ്പോൾ അറിയാമായിരുന്നു ഈ പരീക്ഷ വിളിക്കുമെന്ന്. അങ്ങനെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ആദ്യമേ പോയി. പക്ഷേ അതെനിക്ക് അത്രയും തൃപ്തികരമായിരുന്നില്ല. എൻ്റെ രീതികളും ആ കോച്ചിങ് സെൻറ്ററിൻ്റെ രീതികളും കുറച്ച് വ്യത്യാസമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഈ DLED പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രദീപ് മുഖത്തല സാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ടൂർ പ്രോഗ്രാമും ക്യാമ്പ് പ്രോഗ്രാമും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് കട്ടായിപ്പോയി. അങ്ങനെ പ്രദീപ് മുഖത്തല സാർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ എൻട്രി പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ എൻട്രി എടുക്കുന്നു. ജനുവരി 2024-ലാണ് എൻട്രി എടുത്തത് എനിക്ക് പരീക്ഷയിൽ മുന്നേറാൻ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ ഏറ്റവും ഉപയോഗപ്പെട്ടത് ഈ മോക്ക് ടെസ്റ്റുകളായിരുന്നു. ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് അവൈലബിൾ ആണ്. പിന്നെ ഈ ടോപ്പിക് വൈസ് എക്സാമുകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും, പിന്നെ ആ ടോപ്പിക് വൈസ് എക്സാം ചെയ്യും, പിന്നെ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ചെയ്യും, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യും. ഈ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ പേപ്പറുകളുമാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അധ്യാപക ജോലി എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. അതായത് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക, അത് വളരെ സന്തോഷം തരും. പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ +2 കഴിഞ്ഞ് നേരെ ഞാൻ DLED എടുത്തതാണ്. ഡിഗ്രിക്ക് പോയില്ല. കാരണം ആദ്യമേ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു 2025-ലൊക്കെ ഒരു പരീക്ഷ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അധ്യാപക ജോലി എന്ന് പറയുന്നത് വളരെ അധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലിയാണ്. അതായത് വളരെ സമൂഹത്തിൽ വളരെ വില കൽപ്പിക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു പോസ്റ്റാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. അത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ സേവനമാണ്. ഒരു ജോലിയെ കവിഞ്ഞ് ഒരു വലിയൊരു സാമൂഹ്യ സേവനമാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ പഠിപ്പിക്കുക, ഒരു കുട്ടിയെ നോക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുക. ഒരു വീട്ടിൽ ആ കുട്ടി നിൽക്കുന്നതിലും ഏറ്റവും കൂടുതൽ സമയം അത് ചെലവഴിക്കുന്നത് നമ്മുടെ കൂടെ ആയിരിക്കും. അപ്പം 30-31 കുട്ടികളെ നമ്മളിങ്ങനെ മേച്ചുകൊണ്ട് നടക്കുക, അവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുക, അവരെ പുതിയൊരു നല്ലൊരു തലമുറയാക്കി വാർത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ നല്ല സംതൃപ്തി തരുന്നൊരു ജോലിയാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും സ്വപ്നമായിരിക്കും ഒരു സർക്കാർ ജോലി എന്നത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജോലി ഒരു ചെറിയ പ്രായത്തിലെ മേടിക്കണം എന്നുള്ളത്. എനിക്ക് 21 വയസ്സാണുള്ളത്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ആലോചിക്കുകയാണ്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അധ്യാപിക ആവുക എന്നുള്ളത്. എങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് എളുപ്പത്തിൽ ഒരു അധ്യാപിക ആവാനുള്ള വഴി. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് DLED എന്ന്. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ DLED ചേർന്നപ്പോൾ തൊട്ട് PSCക്ക് പഠിക്കുമായിരുന്നു. അതുവഴിയാണ് ഞാൻ എൻട്രിയിലേക്ക് എത്തുന്നത്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ജോലി എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. ആദ്യമേ ഒരു ജോലി, സാമ്പത്തിക ഭദ്രത, പ്രധാനമായും സർക്കാർ ജോലി എന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. കുറേ സർക്കാർ ജോലി ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് വന്നിട്ടില്ല മറ്റ് ജോലികളെ അപേക്ഷിച്ച്. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ ജോലി എന്നുള്ളത്. പിന്നെ അതിനോട് ഒരു സർക്കാർ ജോലി നേടിയിട്ടേ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത നേടിയിട്ടേ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അതിന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മാതാപിതാക്കളും വീട്ടുകാരും ആയിരുന്നു. പിന്നെ എൻ്റെ പഠനത്തിൽ ഏറ്റവും സഹായിച്ച മറ്റൊരിടമാണ് കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി. അവിടെ ഇരുന്നായിരുന്നു പഠിക്കുന്നത്. അവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. ആ കമ്പൈൻ സ്റ്റഡി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ലൈബ്രറിയനും വളരെയധികം സപ്പോർട്ടായിരുന്നു. അവിടെ നിന്ന് ബുക്കുകൾ റെഫർ ചെയ്യാൻ എടുത്ത് വായിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറിയും സന്തോഷത്തോടെ ഓർക്കുകയാണ്.
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങളും ഇതേപോലെ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠനത്തിനോടൊപ്പം ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുക. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ കൂടി ആ കോഴ്സിൻ്റെ കൂടെ തന്നെ PSC കൊണ്ടുപോവുക, PSC പഠനം കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് ആ പഠനം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു സർക്കാർ ജോലിക്കാരിയാവാം അല്ലെങ്കിൽ ജോലിക്കാരനാവാം. അതിന് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ ക്ലാസ്സുകളും വളരെ മികച്ചതാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള അവരുടെ മോക്ക് ടെസ്റ്റുകളാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും വരുന്നുണ്ട്. അത് വളരെയധികം എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ പരീക്ഷകൾ ചെയ്യുക. ആ പരീക്ഷകൾ നമ്മുടെ സമയക്രമവും പിന്നെ ടെൻഷൻ ഒഴിവാക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. LP പരീക്ഷ അത്യാവശ്യം നല്ല പാടായിരുന്നു. സമയത്തിൻ്റെ കുഴപ്പവും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ടെൻഷൻ ആയെങ്കിൽ കൂടി ഈ പരീക്ഷകൾ ചെയ്ത് പഠിച്ചത് കാരണമാണ് ഞാൻ ഇത്രയും നല്ലൊരു മാർക്ക് മേടിക്കുകയും ഇത്രയും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇനി പുതുതായി വരുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.